നമസ്കാരം. അങ്കമാലി സ്പന്ദനം വാർത്തയിലേക്ക് സ്വാഗതം. കറുകുറ്റി പഞ്ചായത്തിലെ കിഴക്കൻ വടക്കൻ മേഖലകളിൽ വൻ മരങ്ങൾ കടപൊഴുകി വീണ് ഗതാഗത തടസ്സം രൂപപ്പെട്ടു. കേബിൾ നഗർ കൂടി പാലിശ്ശേരി എടക്കുന്ന് മുന്നൂർപ്പള്ളി റൂട്ടിലാണ് കൂടുതൽ മരങ്ങൾ കടപൊഴുകി വീണ് വാഹന തടസ്സം രൂപപ്പെട്ടത്. ബെസ്ലേഹം പള്ളി, ചീടമുക്ക്, സെന്റ് ജോർജ് കപ്പേള, ചീനി, എടക്കുന്ന് എന്നീ മേഖലകളിൽ വൻ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. അങ്കമാലി അഗ്നിശമന സേനയും നാട്ടുകാരും മെമ്പറും കൂടി ഗതാഗത തടസ്സങ്ങൾക്ക് നേതൃത്വം നൽകി. KSEBയുടെ കീഴിലുള്ള 25-30ഓളം പോസ്റ്റുകളാണ് കടപുഴുകി വീണത്. റോഡിൻ്റെ ഇരുദിശകളിൽ നിന്നും വൻ മരങ്ങളാണ് റോട്ടിലേക്ക്, തേക്കുകൾ മരങ്ങൾ പെരകളുടെ മീതകളിലേക്കും തേക്കുകൾ വൻ നാശനഷ്ടമാണ് ഈ പ്രദേശത്ത് രൂപപ്പെട്ടത്. ഈ പെരയുടെ മുകളിലേക്കാണ് ആ തേക്ക് മറഞ്ഞു നിൽക്കുന്നത്. റോഡിനോട് കുറുകെയാണ്. റോഡിന്റെ അപ്പുറത്ത് നിന്ന സാധനമാണ് ഇപ്പുറത്തേക്ക് കറങ്ങി തിരിഞ്ഞ് വന്നു നിന്നത്. അതുപോലെ തന്നെ റോഡിൻ പോസ്റ്റുകൾ, ലൈനുകൾ എല്ലാം ചീനി ജംഗ്ഷനിലെ പോസ്റ്റ് നിൽക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം അവിടെ തേക്ക്, അതിനപ്പുറത്ത് തേക്ക്, അങ്ങനെ ഓരോ ഭാഗങ്ങളിലായി വൻ നാശനഷ്ടമാണ് KSEBയ്ക്കും കർഷകർക്കും സംഭവിച്ചത്. വാഴകള്, ജാതികള് ോളം പോയിട്ടുണ്ട്. വൻ മരങ്ങൾ കടപുഴുകി വീണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾക്കാണ് ഓരോ വ്യക്തികൾക്കും സാക്ഷ്യം വഹിച്ചത്. ഫയർഫോഴ്സ് എത്തി എല്ലാ റോട്ടിലെയും KSEBയും കേബിളുകാരും എത്തി വഴിയിലെ തടസ്സങ്ങളൊക്കെ നീക്കുകയാണ്. ഇത് ചീനി ജംഗ്ഷനിലെ ദൃശ്യമാണ്. ഇത് ആ കപ്പളോട് ചേർന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ ലൈൻ 2 പോസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ട്. ആ വഴി തേക്കൊക്കെ വീണ് മാർഗ തടസ്സങ്ങൾ. ഒരു വൻ മരം വീണ് എടക്കുന്ന് പാതാപുരം റോഡ് വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വണ്ടികളെ ഏതിലെ പോയാലും തടസ്സങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. മാവ് വീണ്, കാർമ വീണ്, അതൊരു വീട്ടുകാരൻ്റെ നഷ്ടം. ഒരു കാർമയാണ് ഒരു വലിയ മാവ് വീണത്. അതുപോലെ തന്നെ പെരേമയ്ക്ക് ജാതി മറഞ്ഞ് വീണ് വാട്ടർ ടാങ്ക് പൊട്ടുകയും അതിരൂക്ഷമായ കർഷകർക്ക് ലക്ഷങ്ങളുടെ കടബാധ്യതയിലേക്കാണ് കറുകുറ്റി പഞ്ചായത്തിലെ 2, 3, 5, 13 വാർഡുകളിലെ കർഷകർ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. കർഷകരുടെ പ്രതിസന്ധി പഞ്ചായത്തും വില്ലേജും പരിഹരിക്കണമെന്ന് കർഷക